ഇടത് വലത് മുന്നണികളുടെ പ്രകടന പത്രിക ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ 5 ഗ്യാരണ്ടി നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പുത്തരിക്കണ്ടം മൈതാനത്ത് പരസ്യമായി പറഞ്ഞിരുന്നു. അത് ഈ പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടത് മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും ഒരു വിരോധാഭാസമായി തോന്നിയത് 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഈ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ട് പ്രകടന പത്രികയും താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ അത്ഭുതങ്ങളൊന്നുമില്ല, നമുക്കറിയാം. കാരണം അവർ 10 വർഷം ഭരിച്ചവരാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. 10 വർഷം ഭരിച്ചവർക്ക് ഇനിയിപ്പോൾ പുതുതായി എന്താണ് ആളുകളോട് പറയാനുള്ളത്? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനാണല്ലോ എല്ലാവരുടെയും കാച്ച് വേർഡ്. ഇപ്പോൾ 2021 തന്നെ അത് 3000 ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം 2000 കുറേ കാലം, അവസാനത്തെ മാസമാണ് 2300 ആക്കിയത്. എന്ന് പറഞ്ഞാൽ 3000 ആക്കും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അവർ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇനി നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷത്തിരുന്നുള്ള കേരളത്തിന് അനുഭവങ്ങളുണ്ട്. അതുകൂടാതെ 2 വലിയ വിജയങ്ങൾ അവർ ദക്ഷിണേന്ത്യയിൽ നേടി. ഒന്ന് കർണാടകയും മറ്റൊന്ന് തെലങ്കാനയുമാണ്. കർണാടകയിലെയും തെലങ്കാനയിലെയും അവരുടെ അനുഭവങ്ങൾ അവർക്ക് ഈ പ്രകടന പത്രികയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ അത്തരം അനുഭവങ്ങൾ LDFന് ഇല്ലല്ലോ. LDFന് വേറെ സ്ഥലത്ത് ഭരണമില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മുരടിച്ച പ്രകടന പത്രിക പോലെയാണ് എനിക്ക് LDFന് തോന്നിയത്. വാഗ്ദാനങ്ങൾ എങ്ങനെ പറയാം? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലൈഫ് മിഷൻ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തു എന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. അതേ അവകാശവാദം 5 വർഷം കൊണ്ട് ഉന്നയിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ. 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് കൊടുത്തവരാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിലുള്ള തർക്കങ്ങളിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ലൈഫ് മിഷൻ 2ാമത് ചെയ്യും. പക്ഷെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നമ്മൾ കണ്ട വ്യത്യാസം, പുതിയ ഒരു കാര്യം എന്നെനിക്ക് തോന്നിയത്, ഒരുപക്ഷെ അതുകൂടി കണ്ടിട്ട് ചിലതൊക്കെ LDF ചേർത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിൽ വന്നിട്ടുള്ള ട്രാൻസ്പോർട്ടിലെ സൗജന്യം കേവലമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മുടിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഇവിടെ. പക്ഷേ ഇപ്പോൾ അവർക്കും പറയേണ്ടി വരും. കാരണം കർണാടകയിൽ നടപ്പാക്കി, ഡൽഹിയിൽ നടപ്പാക്കി, തെലങ്കാനയിൽ നടപ്പാക്കി മുമ്പ് തന്നെ. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നടപ്പാക്കിയതാണ്. തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മോശമായതുകൊണ്ട് സ്ത്രീകൾക്ക് അതിന്റെ ആ സൗജന്യം വേണ്ടാന്നില്ല. അവരല്ലല്ലോ, സ്ത്രീകളല്ലല്ലോ കേരളത്തിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാക്കിയത്. അപ്പൊ അവർക്ക് ആ സൗജന്യം കിട്ടണം. നഷ്ടത്തിലാക്കിയെങ്കിൽ അതിന്റെ ഭാരം സർക്കാർ വഹിക്കണം. അത് സർക്കാരുകളാണ് KSRTC നഷ്ടത്തിലാക്കിയത്, അല്ലാണ്ട് സ്ത്രീകളല്ല. അതുകൊണ്ട് അതൊരു കാര്യം. 2ാമത്, പെൺകുട്ടികൾക്ക് 1000 രൂപ, ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ എന്ന് പറയുന്നത്. അതുപോലെ 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള എല്ലാ കുടുംബങ്ങൾക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് അതൊക്കെ വളരെ പുതിയ കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ ആശയങ്ങളാണ്. മറ്റൊന്ന്, ഇപ്പോൾ വയോജന വകുപ്പ് കേരളത്തിൽ അനിവാര്യമായ ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ കേരളം വൃദ്ധമാവുകയാണ്. എല്ലാവരും പറയുന്നുണ്ട്. ചെറുപ്പക്കാർ ഇവിടുന്ന് പോകുന്നു. ആവറേജ് വയസ്സ് കേരളത്തിന്റെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ശരാശരി ആയുസ് കൂടി, അതൊരു പ്രശ്നം. 2, ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ എനിക്ക് LDFന്റെ പത്രികയിൽ ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികളിൽ 50% ഇവിടെ ജോലി കൊടുക്കും. എനിക്കത് ചിരി വരുന്ന കേട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, കഴിഞ്ഞ 5 വർഷം എത്ര ജോലി കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. PSC 1ാം റാങ്കുകാർക്ക് വരെ കൊടുത്തിട്ടില്ല. PSC 1ാം റാങ്കുകാരി ഒരു വലിയ സമരം ചെയ്യാണ്. അപ്പൊ PSCയുടെ 1ാം റാങ്ക് ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട് KSRTCയിൽ ഒരു അപ്പോയിന്റ്മെന്റും കഴിഞ്ഞ 5 വർഷം നടന്നിട്ടില്ല. 10 വർഷമായിട്ട് നടന്നിട്ടില്ല. KSEBയിൽ എത്ര നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല കാര്യമായിട്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതാ. സർക്കാർ സർവീസിൽ ഇവർ അപ്പോയിന്റ്മെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിൽ പിരിഞ്ഞ ആളുകളുടെ അത്ര സർക്കാർ സർവീസിൽ അപ്പോയിന്റ്മെന്റ്. B അശോകിന്റെ അതൊരു ഇന്റർവ്യൂ വന്നിരുന്നു. ഡോക്ടർ IAS സർക്കാർ സർവീസിൽ നിന്ന് ഓരോ വർഷവും പിരിയുന്ന ആളുകൾക്ക് പുതിയ അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ അതിൽ പുതിയ ജോലിയൊന്നുമില്ല, അവർ പെൻഷനേഴ്സ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് എനിക്ക് തോന്നിയത് കേരയിൽ പോലെയുള്ള പദ്ധതിയെക്കുറിച്ചാണ്. ഇവർ പറയുന്നുണ്ട് ഞങ്ങളെ ശ്രമം തുടരുമെന്ന് LDF. UDF ഒരു ഹൈസ്പീഡ് കോറിഡോർ കേരളത്തിൽ വേണം എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽ വേണ്ടെന്ന് ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അത് കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കേരളത്തിന്റെ ജനസാന്ദ്രത ഒക്കെ അനുസരിച്ച് നിലവിലുള്ള റെയിൽവേയുമായി ചേർന്നുകൊണ്ട് ഒരു റെയിൽ വേണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4 വരിയാക്കണം, 2 ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടാവണം. ഒരു തർക്കമില്ല. പ്രായോഗികമായ കാര്യമാണ്. അത് പ്രായോഗികമായ കാര്യമാണ്. ഇപ്പൊ ബോംബെ നഗരത്തിൽ പോലും അങ്ങനെയുണ്ട്.
2 സ്ലോ ട്രാക്കും 2 ഫാസ്റ്റ് ട്രാക്കും. കമ്മീഷൻ കുറച്ച് കുറയുന്നുള്ളൂ. അത് വേറെ. അതുകൊണ്ടാണല്ലോ CPM താല്പര്യമില്ലാത്തത്. അതായത് മാത്രമല്ല, അത് മറ്റേ സ്റ്റാൻഡേർഡ് ഗേജിൽ പോകാൻ പറ്റില്ല, പിന്നെ മതിൽ കെട്ടി പൊക്കി ഉണ്ടാക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രായോഗികമായി സാധ്യമാവുന്ന ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നായിരിക്കും UDF കാരണം അവർ ഇപ്പോഴുള്ള കേരളയിൽ എന്ന് പറയുന്ന പദ്ധതിയെ എതിർത്ത ആളുകളാണ്, നമ്മളൊക്കെ അതിനെ എതിർത്ത ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരെ കൂടുതൽ ഇവിടെ പിടിച്ചു നിർത്തുക അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിന് 5 ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് UDFന്റെ അതിൽ പറയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ആണ് യഥാർത്ഥത്തിൽ പുതുമയുള്ള വാഗ്ദാനം. LDFന്റെ വാഗ്ദാനത്തിൽ എന്തെങ്കിലും പുതുമകൾ ഉണ്ട് എന്ന് പറയുന്നില്ല. പൊതുമേഖല മെച്ചപ്പെടുത്തും, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പൊതുമേഖല പലതും വിറ്റ് തൊലിക്കുക ചെയ്ത് സത്യത്തിൽ നമ്മൾ അറിയാതെ വിൽപ്പന പലതും നടന്നു. പൊതുമേഖലയുടെ ആസ്തി വിറ്റിട്ടുണ്ട്. ഇപ്പോൾ അങ്കമാലി ടെൽക്ക് അതിൻ്റെ ആസ്തിയെ വിറ്റു, അതിൻ്റെ ഇത് വിറ്റു, ഭൂമി വിറ്റു. അപ്പം അങ്ങനെ ഭൂമി കച്ചവടം എന്നുള്ള ഇടപാടുകളല്ലാതെ പുതിയൊരു വ്യവസായം ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുതുതായി കേരളത്തിൽ ഒരു വൻകിട പദ്ധതിയും വന്നിട്ടില്ല. അതാണ് UDFന്റെ ഒരു വാദം. അത് ശരിയാണ്. കാരണം വിഴിഞ്ഞം ഇവരെന്നെ കൊണ്ടുവന്നതാണ്, ഇവരെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കൊണ്ടുവന്നതാണ്. അന്ന് എതിർത്തവരാണ്, ഇത് കടൽക്കൊള്ളയാണെന്ന് പറഞ്ഞവരാണ്. അതേ പദ്ധതി അതുപോലെ തന്നെ അദാനിയുടെ ആയിട്ട് നടപ്പാക്കി. കൊച്ചി മെട്രോന്റെ ആദ്യത്തെ ഘട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി. ഞാൻ പറയുന്നു 5 വർഷം ഉമ്മൻചാണ്ടിയുടെ പണിത് അത്ര നീളം 10 വർഷം കൊണ്ട് ഇവർ പണിതിട്ടില്ല കൊച്ചി മെട്രോ. കാരണം അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാരാജാസ് വരെ അന്നുണ്ടായിരുന്നു. ഇപ്പൊ തൃപ്പൂണിത്തുറയ്ക്ക് നീട്ടിയിട്ടുള്ളൂ, മറ്റേ പണിയൊന്നും ആയിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ മഹാരാജാസിൽ നിന്ന് തൃപ്പൂണിത്തുറയ്ക്കുള്ള ദൂരമേ ഈ 10 വർഷം കൊണ്ട് നീണ്ടിട്ടുള്ളൂ, കൂടുതലൊന്നും നീണ്ടിട്ടില്ല. അപ്പോൾ വാട്ടർ മെട്രോ വന്നു. ഞാൻ പറയുന്ന വാട്ടർ മെട്രോ ഇങ്ങനെയൊന്നുമല്ല വരണ്ടേ, അത് വേറെ കഥ. പേരിന് നമുക്ക് അഡ്വർടൈസ്മെന്റിന് നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാം, ഇതൊരു കാര്യമാണ്. രണ്ടാമത്, കേരളത്തിലെ സവിശേഷമായ ചില പ്രശ്നങ്ങൾ ഞാൻ മാനിഫെസ്റ്റോ മുഴുവൻ വായിച്ചിട്ടില്ല, ആരെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹമായിട്ട് ഈ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേ നിർദ്ദേശം കൊടുത്തിരുന്നു. ഒന്ന്, നമ്മൾ പറഞ്ഞിരുന്നത് കാലാവസ്ഥാ മാറ്റം എന്നത് കേരളത്തെ ബാധിക്കാൻ പോകുന്ന വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്, ബാധിച്ചു കഴിഞ്ഞു. അതിനെ നേരിടുന്നതും അതെങ്ങനെ നമ്മുടെ വികസന പദ്ധതികളിൽ ഉൾക്കൊള്ളിക്കുമെന്നതും പ്രധാനമാണ്. അതെങ്ങനെ വരും എന്നുള്ളത് വളരെ 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 പ്രധാനമാണ്. ഇപ്പം ഇടതുപക്ഷം അത് ചിന്തിക്കില്ല എന്ന് നമുക്കറിയാം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ മാറ്റില്ല, അവരെല്ലാവരും AC ഇരിക്കുന്നതുകൊണ്ട് കാലാവസ്ഥ മാറ്റം അറിയില്ല. പക്ഷേ പുറത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ മാറ്റം വളരെ ഗുരുതരമാണ്. അത് കേരളത്തിന്റെ ജീവിതത്തെ, കൃഷിയെ, ആരോഗ്യത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പറഞ്ഞ മാതിരി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അങ്ങേറ്റം രോഗാതുരമാണ് കേരളം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ വർത്താനം പറയുമ്പോഴും രോഗാതുരമാണ് കേരളം. 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറുള്ള ഏറ്റവും കൂടുതൽ സ്വകാര്യ എന്നുവെച്ചാൽ മനുഷ്യൻ സ്വന്തം കയ്യിൽ നിന്ന് ചികിത്സയ്ക്ക് ചെലവ് ചെയ്യുന്ന സംസ്ഥാനം കേരളം. നമ്മൾ ഭയങ്കര വലിയ കാര്യമെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ചെലവാകുന്ന ആരോഗ്യ സംവിധാനത്തിന്റെ 70% ഔട്ട് ഓഫ് പോക്കറ്റാണ്, നമ്മൾ കൊടുക്കുന്നതാണ്. ഇത്രയില്ല തമിഴ്നാട്ടിൽ, ഇത്രയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ. എന്താ കാര്യം? കാരണം ഇവിടുത്തെ വലിയ കെട്ടിടങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷേ ഒന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല, ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം LDF നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ ഒരുമാതിരി കുളമാക്കി, വേണ്ടപ്പെട്ടവർക്കൊക്കെ സീറ്റ് കൊടുക്കുക, ഇത് കൊടുക്കുക, ജോലി കൊടുക്കുക എന്നുള്ളതായി. മന്ത്രിമാരുടെ പെങ്ങൾക്ക്, മന്ത്രിമാരുടെ ഭാര്യമാർക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം ഉയർന്ന വിദ്യാഭ്യാസം നേടിയ അതാ ഞാൻ പറഞ്ഞ 50% കുട്ടികൾക്ക് കൂടെ ജോലി കൊടുക്കും എന്ന് പറയുമ്പോൾ അത് അവര് ഈ DYFIക്കാരുടെ ഭാര്യമാരാവണോ പെങ്ങന്മാരാവണോ എന്നുള്ളത് അറിയില്ല, അവർക്കാണോ കൊടുക്കുക എന്നറിയില്ല. അതാണോ ഈ 50% എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പറയുമ്പോൾ 5 വർഷം എന്ത് ചെയ്തു? ഇപ്പൊ UDF നെല്ലിന്റെ വില കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ 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 പ്രധാനം. 35 രൂപയാക്കാന്ന് പറഞ്ഞു. റബ്ബറിന്റെ 300 രൂപയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ല. നെല്ലിന്റെ വില കൂട്ടാൻ പറ്റും, സംശയമില്ല. പക്ഷെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാഗ്ദാനം 700 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, അവർ സമരം ചെയ്ത് 700 രൂപയ്ക്ക് ഒരു ദിവസം, 21,000 രൂപ മാസം. ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് LDF എന്നാണ് 700 രൂപയാക്കുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ, എനിക്കിനി അറിയില്ല അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, പറഞ്ഞിട്ടില്ലെങ്കിൽ ആശാ വർക്കർമാർ ഇത്രയും കാലം 10,000 വരുന്ന ആശാ വർക്കർമാർ അവർ കേരളത്തിൽ എത്ര ഗംഭീരമായി ജോലി ചെയ്തു. കോവിഡ് കാലത്തും അതിന് ശേഷവും ഇപ്പോഴും പല പണികളും അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യരംഗത്തും മറ്റു രംഗങ്ങളിലും. അതുകൊണ്ട് തന്നെ അവർക്ക് 700 രൂപ കൊടുക്കുക എന്നുള്ളത് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. പിന്നെ KSRTCയിൽ അതാ ഞാൻ പറഞ്ഞു, KSRTCയിലെ കൺസെഷനും പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുക എന്നുള്ളത്. കേരളത്തിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുക, അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ
ഇന്നിപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടി വരിക. അവർക്ക് മൊബൈൽ ഫോൺ തന്നെ നല്ലൊരു പൈസ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏത് പെൺകുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കും? അതുപോലെ അവരുടെ നിത്യജീവിതത്തിന് ചിലവേറി വരികയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭാവനാത്മകമായ ഒന്ന് UDFിൻ്റെ മാനിഫെസ്റ്റോ ആണ്. മറ്റത് ഈ പറഞ്ഞതുപോലെ നമ്മൾ മാനിഫെസ്റ്റോയെ പറ്റി പണ്ട് കളിയാക്കാറുണ്ട്. ഓരോ വർഷവും മാനിഫെസ്റ്റോ, പഴയ മാനിഫെസ്റ്റോ പുതുക്കി ഡേറ്റ് മാറ്റി ഇട്ടാൽ മതി. അങ്ങനെയാണ് മാനിഫെസ്റ്റോ. നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശ്രീധരൻപിള്ള പണ്ട് പറഞ്ഞ പോലെ അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. അങ്ങനെയല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോ ഞങ്ങൾ ഇപ്പോൾ LDF എപ്പോഴും അവകാശപ്പെടും ഞങ്ങൾ 999 കാര്യം ചെയ്തു എന്ന് പറയും. 1999 നടപ്പാക്കി എന്ന് പറയും. ഒന്നും നടപ്പാക്കാത്ത ഏറ്റവും പ്രധാന സംഗതി ഇതാണ്. 9 വർഷവും 10 മാസവും ഇല്ലാതിരുന്ന പെൻഷൻ അവസാനത്തെ 2 മാസത്തേക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതുപോലെയാണ്. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഏപ്രിൽ മുതൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മറ്റേ DA ഒക്കെ എന്ന് പറഞ്ഞാൽ വരുന്ന ഗവൺമെന്റ് കൊടുക്കുമെന്നാ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താ, ഞങ്ങളുടെ ഫണ്ടിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അതുപോലെ SC ST ഫണ്ട് കൊടുത്തിട്ടില്ല. ഇന്ന് സ്റ്റൈപ്പൻഡ് പോലും ലംസം ഗ്രാന്റ് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ഖജനാവിൽ ഇഷ്ടം പോലെ പണം ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഇന്ന് 4000 കോടി രൂപ ഉണ്ടെന്ന്. അത് എവിടെ നിന്ന് വന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവർക്ക് ഫണ്ട് വന്നത് എങ്ങനെയാ? മറ്റേ അഡ്വർടൈസ്മെന്റിന് നല്ല ഫണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ പ്രചരണം PR പരിപാടിക്ക്. അപ്പം ചുരുക്കത്തിൽ ഈ മാനിഫെസ്റ്റോ ജനങ്ങൾ എത്രത്തോളം ഗൗരവമായി കണക്കാക്കുമെന്ന് എനിക്കറിയില്ല. കണക്കാക്കുകയാണെങ്കിൽ ഒരു പടി മുമ്പിൽ തന്നെയാണ് UDFിൻ്റെ മാനിഫെസ്റ്റോ. കാരണം അവർ കുറെ കൂടി അപ്ഡേറ്റഡ് ആണ് എന്നെനിക്ക് തോന്നുന്നു കാലത്ത്.